നമസ്കാരം. ടാരോട്ട് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ബന്ധങ്ങൾ. അത് പ്രണയബന്ധമായാലും സൗഹൃദമായാലും കുടുംബബന്ധമായാലും അവിടെ ഊർജ്ജം ഗതിയൊക്കെ മനസ്സിലാക്കുന്നത് വളരെ നിർണായകമാണ്. അപ്പം നമുക്ക് തുടങ്ങാം. അതിനിടെ എല്ലാവരും ശാന്തമായിരുന്ന് ഒരു ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ചാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ ആലോചിക്കുക. അപ്പോൾ ശാന്തമായിരുന്ന് വേണം ചെയ്യാൻ. ഞാനിവിടെ 3 കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 കാർഡ് റിവീൽ ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്മുടെ ഊർജ്ജം, രണ്ടാമത്തെ ആ വ്യക്തിയുടെ ഊർജ്ജം, മൂന്നാമത്തെ നമ്മളെ റിലേഷൻഷിപ്പ് ഗൈഡൻസ്. അങ്ങനെയാണ് 3 കാർഡ് എടുത്ത് വെച്ചേക്കുന്നത്. എല്ലാവരും ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഓരോ കാർഡുകളായിട്ട് റിവീൽ ചെയ്യാൻ പോവാണ്. നമ്മളുടെ കാർഡ്, നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത് ചാരിയറ്റാണ്. ഓക്കെ, നമ്മുടെ വ്യക്തിയുടെ ഊർജ്ജം നമുക്ക് നോക്കാം. വ്യക്തിയുടെ ഊർജ്ജം എന്ന് പറയുന്നത് പേജ് ഓഫ് സോഴ്സ് ആണ്. ഇനി നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. 7 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഊർജ്ജം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കാർഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മൾ വളരെ ദൃഢനിശ്ചയമുള്ളവരും ലക്ഷ്യബോധമുള്ളവരൊക്കെയാണ്. അതുപോലെ നമ്മൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ തയ്യാറുള്ളവരാണ്. നമ്മൾ ഈ ബന്ധങ്ങളിൽ ആയാലും നമ്മളായിരിക്കും മുൻകൈ എടുക്കുക. മുൻകൈ എടുത്ത് ആ ബന്ധത്തെ നിയന്ത്രിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ് നമ്മൾ. നമ്മുടെ ധൈര്യവും അർപ്പണബോധവുമാണ് ഈ ബന്ധത്തിൻ്റെ മുതൽക്കൂട്ട്. ഇനി പേജ് ഓഫ് സോഴ്സ് ആണ് സെക്കൻഡ് പേഴ്സൺ, നിങ്ങൾ ചിന്തിച്ച വ്യക്തിയുടെ എനർജി. അയാൾ വളരെ ആകാംക്ഷയും ജിജ്ഞാസയൊക്കെയുള്ള വ്യക്തിയാണ്. അവർ സത്യസന്ധരാണ്. എല്ലാം തുറന്നു പറയുന്ന രീതിയിലുള്ളവരായിരിക്കും. അത് ചില സമയങ്ങളിൽ അവർ പക്വതയില്ലാതെ സംസാരിക്കുന്നവരായിട്ട് നമുക്ക് തോന്നാം. അത് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നാൽ പോലും ഈ ബന്ധത്തിൽ അവരുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ അവർ തുറന്ന് പറയുക തന്നെ ചെയ്യും. നമ്മളെ റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടിയുള്ള 7 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു ദീർഘകാല നിക്ഷേപം പോലെയാണ്. അതായത് നല്ലൊരു സുരക്ഷിത ബന്ധമാണ്. ഈ ബന്ധത്തിൽ ഒരുപാട് സമയവും ഊർജ്ജവും നിങ്ങൾ രണ്ടുപേരും നൽകിയിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് പെട്ടെന്ന് എടുത്തുചാടി ഒന്നും ചെയ്യാതെ വളരെ ക്ഷമയാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടത് ക്ഷമയാണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൻ്റെ വിജയത്തിന് നിങ്ങളുടെ ശക്തമായ മുന്നോട്ട് പോകാനുള്ള കഴിവും അവരുടെ പുതിയ കാഴ്ചബോധവും ക്ഷമയോടെ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾ ഈ ബന്ധത്തിൽ നല്ല ഫലങ്ങൾ ഭാവിയിൽ, നിങ്ങൾ ഈ ബന്ധത്തിലെടുക്കുന്ന പരിശ്രമങ്ങൾ ഭാവിയിൽ നല്ല ഫലങ്ങൾ തന്നെ കൊണ്ടുവരും. നല്ലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോ കാണുന്നതിന്. താങ്ക് യു വെരി മച്ച്.